ഈ സത്ത് എന്ന് പറയുന്നത് എല്ലാ അദ്വൈതാർത്ഥങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. തെറ്റായി പഠിപ്പിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. അദ്വൈതാർത്ഥങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു കോംപ്ലക്സിറ്റി ഉള്ള കാര്യമൊന്നുമല്ല. അത് മനസ്സിലാക്കാൻ കാലാകാലങ്ങളായിട്ട് ഒരു ചെറിയ കുഞ്ഞായിരുന്നത് മുതൽ ഓരോ കഥകൾ പഠിപ്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തരും, പിന്നെ അധ്യാപകർ പഠിപ്പിച്ചു തരും. അങ്ങനെ അതിലൂടെ ഓരോ അദ്വൈതാർത്ഥത്തിൻ്റെയും ഈ ലോകത്തെ കാണുന്ന കാഴ്ചപ്പാട് തല തിരിഞ്ഞായിരിക്കും, ഇത് ഡിസ്റ്റോർട്ടഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്ത് എന്നുള്ള വാക്ക് സത്യം, സത്യം വേണം, സത്യം പറയണം, സത്യം അറിയണം, സത്യമേവ ജയതേ എന്നൊക്കെ പറയും. പക്ഷെ എന്താ ഈ സത്യം? അത് എവിടുന്നാണ് വരുന്ന ആ വാക്ക്? അതറിയില്ല. സത്യം എന്തോ സത്യം നമ്മൾ കാണുന്നത്. ഓഹോ, കാണുന്നതാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? കണ്ടായിരുന്നോ? പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടെന്നുള്ളത് നേരിട്ട് കണ്ടിട്ടാണോ? അപ്പോൾ ഒരേ സമയം ഒരിക്കലും കാണാൻ പറ്റാത്ത കാര്യം ഉണ്ടെന്ന് പറയുന്നതും സത്യമാണ്, ഇപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, ആ വെള്ളം എന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് കാണുന്നത് അതും സത്യമാണ്. അപ്പം എന്താ സത്യം? അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നത് പോലെ കാണുന്ന എല്ലാത്തിനെയും സത്യം എന്ന് പറഞ്ഞ് വിളിച്ചാൽ സത്യം എന്നുള്ള വാക്ക് ശരിയാവുമോ? അപ്പോൾ ഈ സത്ത് എന്ന് പറയുന്ന വാക്ക് എവിടുന്ന് വന്നെന്ന് മനസ്സിലാക്കണം. സിദ്ധാന്തം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സത്ത് വരുന്നത്. സിദ്ധാന്തം 3 അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ്. സ് ദ് ത്. അതിൽ സിദ്ധാന്ത് എന്ന് പറയുമ്പോൾ അതിൽ 3 ത് ഉണ്ട്, പിന്നെ 2 ത് വരണം എന്നാണ്. സിദ്ധാന്തം എന്നാണ്, സിദ്ധാന്തം എന്നാണ്, അല്ലെങ്കിൽ സിദ്ധാന്തം എന്നും പറയാം. എനിവേ, അതിലെ സായും തായുമാണ് സത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതെന്തിനെ സംബന്ധിച്ചിട്ടുള്ളത്? നമ്മൾ ഏതൊരു വസ്തുവിനെ മനസ്സിലാക്കുന്നത് 3 തലങ്ങളായിട്ടാണ്. ആ 3 തലങ്ങളെയാണ് ദ് ത് സ് എന്ന് പറയുന്നത്. ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ആന്തരിക തലത്തിലോട്ട് പോകുമ്പോൾ നമ്മളവിടെ കാണുന്നത് കൺസ്ട്രക്റ്റ്, മെഷർമെൻ്റാണ്. ഏതൊക്കെ വസ്തുക്കളുണ്ട് അതിൻ്റെ മെഷർമെൻറ്റുകളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന തലമാണ് സിദ്ധാന്തത്തിലെ ത് എന്ന് പറയുന്നത്. കണക്കുകൾ, നമ്മൾ അതിൻ്റെ കണക്കുകളും അതിൻ്റെ നീളം, ആകൃതി, വലിപ്പം, ഇത് അതിൻ്റെ നീളമായിക്കോട്ടെ, സ്ഥാനമായിക്കോട്ടെ, തമ്മിലുള്ള അകലം, വീതി, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കണക്കുകളെയാണ് സിദ്ധാന്തത്തിലെ ത് എന്ന് പറയും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ് എന്ന് പറയുന്നത് അവിടെ അടിസ്ഥാന ഗുണങ്ങളാണ്. അടിസ്ഥാന ഗുണങ്ങളുള്ള വസ്തുക്കൾ, അടിസ്ഥാന ഗുണങ്ങളായിരിക്കുന്ന വസ്തുക്കൾ, പിന്നെ അതിൻ്റെ ബന്ധങ്ങൾ, മറ്റ് പ്രകൃതിയിലെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനം എവിടുന്ന് വരുന്നു, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിൽ കിടക്കുന്ന പ്രിൻസിപ്പിളുകൾ. ആ സ് എന്ന് പറയുന്ന സ്ഥലം അതിനെ ബേസിക്കലി സസ് എന്നാണ് പറയുക. ഈ സസ് എന്ന് പറയുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. അവിടുന്നാണ് സെൻസ് ഉണ്ടായത്. അവിടുന്നാണ് സന്യാസി എന്നുള്ള വാക്ക് വന്നത്. പക്ഷെ ഇന്ന് കാണുന്ന സന്യാസികളല്ല, ഒരു പണിയില്ലാണ്ട് കാവ്യ കൊടുത്ത് വെള്ളയും പൂശി നടക്കുന്ന കോമരങ്ങളുടെ കാര്യമല്ല. ഏത് മേഖലയിലാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിളുകളെ കുറിച്ചിട്ട് അന്വേഷിച്ച് അത് മനസ്സിലാക്കി ബോധം വരുത്തുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്നവരാ. അതൊരു ഗുണമാണ്. അതിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സയൻറ്റിസ്റ്റുകളുടെ കാര്യമല്ല പറഞ്ഞത്, അത് പൊട്ടന്മാർ, മണ്ടന്മാർ. അപ്പോൾ കുറേ പുസ്തകങ്ങൾ വായിക്കുക, എന്നിട്ട് ആ പുസ്തകങ്ങളിൽ വായിച്ചത് മുഴുവൻ അപ്പുറത്ത് പോയി ഛർദ്ദിക്കുക, അപ്പോൾ PhD കിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി ലോകത്തെങ്ങുമില്ലാത്ത എന്തെങ്കിലും കുറേ മണ്ടത്തരങ്ങൾ എഴുതിയൊരു പേപ്പർ കാണിക്കുക, കിട്ടും. ഇറ്റ് ഈസ് വെരി ഈസി. നല്ല മെമ്മറി പവർ ഉണ്ടാവണം. പിന്നെ സങ്കല്പമാണെങ്കിലും അത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ടായാൽ
you can have a PhD in any scientific area. അപ്പോൾ ഇതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തലങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ സ്ട്രക്ചറിനെയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിലെ സായും തായും ചേർത്ത് പറയുന്നതാണ് സത്ത്. മനസ്സിലായോ? അപ്പോൾ ഏതൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ ഈ 3 തലങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ടതാണ്. സത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദ് ഉണ്ടാവും. ദ് റിസൾട്ടാണ്. റിസൾട്ട് എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ സായാണ് ഏറ്റവും പ്രധാനം. ഈ സായും ധുവും ചേർന്നിട്ട് നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ അതിൽ ആ മനസ്സിലാക്കിയിരിക്കുന്നതിൽ സുവും ധുവും കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കിയിരിക്കുക. അതാണ് സത്ത് യം എന്ന് പറയും. സത്യം. ആ ബോധ്യത്തെയാണ്, ആ സായും തായനെയും കുറിച്ചിട്ടുള്ള ബോധ്യത്തെയാണ് സത്ത് യം എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഹായ് അങ്ങോട്ട് ചേർക്കുക. അതായത് സാഹ് ത് എന്ന്. സത്ത് സാഹിത്ത്. മനസ്സിലായി? സത്തും സാഹിത്ത്, സാഹിത്ത് എന്ന് പറയും. അപ്പം എന്തായി? സ അവിടെ ഇല്ല. സ ഇല്ലാതെ ത് മാത്രമേ ഉള്ളൂ. അപ്പം ത് മാത്രമേ ഉള്ളെങ്കിൽ വെറും കണക്കുകൾ മാത്രമേ ഉള്ളൂ. റിയാലിറ്റിയിലൊന്നുമില്ല. എന്ന് വെച്ചാൽ കുറച്ച് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. ഈ മാത്തമാറ്റിക്സ് എന്തിനു ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയോ തള്ളയോ ഇല്ലെന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ അത് ഭാഷയുടെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചും അല്ലാതെ ഒരു മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചും നമ്മൾ എഴുതി കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സാഹിത്യമാണ്. അത് സാഹിത്യമാണ്. അപ്പോൾ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാ ഇല്ലാത്ത ഥിനെ കുറിച്ച് മാത്രമുള്ള ബോധ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ടാവും. ഭയങ്കര ഫോർമുലാസൊക്കെ ഇരിക്കും. മറ്റേ എന്താണ് കണ്ടിട്ടില്ലേ, കുറേ ചിഹ്നങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ബോർഡ് മുഴുവൻ ഇങ്ങനെ ചില എഴുതി ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നത്. വെറും ത് ആണ്. അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല. കാരണം അതിൽ പറയുന്ന കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ അപ്പുറത്തുണ്ടാവണം. തന്തയും തള്ളയും വേണം. അതില്ല. വെറുതെ കണക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഭാഷ കൊണ്ട്, ഭാഷ തന്നെയാണ് മാത്തമാറ്റിക്സ്. എന്നുവെച്ചാൽ നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയുന്നതിനെ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഷോർട്ടൺ ചെയ്ത് പറയുന്നതാണ് മാത്തമാറ്റിക്സ്. അല്ലാണ്ട് മാത്തമാറ്റിക്സ് വെച്ച് വേറെ സാധനമൊന്നുമല്ല. പിന്നെ നമുക്ക് സാധാരണ ഭാഷ ഉപയോഗിച്ചിട്ട് നമുക്ക് കഥകൾ എഴുതാം. നമ്മൾ കഥകൾ എഴുതുമ്പോൾ ആ കഥയുടെ വ്യാകരണത്തിൻ്റെ, ആ ഭാഷയുടെ വ്യാകരണത്തിൻ്റെ ലോജിക്ക് കറക്റ്റായാൽ മതി. അവിടെ ഭാഷയുടെ ലോജിക്കാണ് എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൻ്റെ ലോജിക്ക് കറക്റ്റായാൽ മതി. ആ സാധനം ഇവിടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് അതിനെ സാഹിത്യം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? ഒരു കഥ എഴുതുന്നു. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രതീഷ് എന്നായിരുന്നു അയാളുടെ പേര്. രതീഷിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ ഞാനും കണ്ടിട്ടില്ല, ലോകത്താരും കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല, അങ്ങനെ ഒരാളും ഇല്ല. പക്ഷേ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ അത് കറക്റ്റാണ്. മനസ്സിലായോ? അതാണ് ത് എന്ന് പറഞ്ഞാൽ, സാഹിത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സത്യവും സാഹിത്യവും ഇത് രണ്ടും ഓർത്തിരിക്കണം. ഇന്ന് നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പഠനത്തിലൂടെ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു ആത്മീയതയുടെ പഠനത്തിലൂടെ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇന്നത്തെ ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ 3 പേരും സാഹിത്യത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നത്, സത്തിലല്ല. അതായത് സ് ഇല്ലാത്ത ത്തിലാണ് നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മാത്തമാറ്റിക്സ് കറക്റ്റാണ്, അതിൻ്റെ ഫോർമുല കറക്റ്റാണ്, അതിന് കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒരു പേപ്പറിലെടുത്ത് നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന വെറും കഥ മാത്രമാണ്. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതെങ്ങനെ ചെയ്താലും അത് ഭാഷയുടെ ഗ്രാമറാണത്. ഭാഷയിലെ ഗ്രാമർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അങ്ങനെയല്ലേ എസ് കെ പൊറ്റക്കാടും പിന്നെ നമ്മളുടെ MT വാസുദേവൻ നായരും OV വിജയനും ഒക്കെ കഥ എഴുതിയിട്ടുള്ളത്. അത് കറക്റ്റല്ലേ? ഗ്രാമാറ്റിക്കലി കറക്റ്റല്ലേ? അപ്പോൾ അതിനെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതായത് ഭാഷയുടെ കൺസ്ട്രക്റ്റിൻ്റെ ഇതുകൊണ്ടോ ഭാഷയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള അതിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് ഭാഷ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഷ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വ്യാകരണത്തിൻ്റെ കൺസ്ട്രക്റ്റ് കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിൻ്റെ അർത്ഥം അതുണ്ടെന്നല്ല, അത് ഒരു ഇമാജിനേഷൻ മാത്രം. അതാണ് സാഹിത്യം. ഈ സാഹിത്യം നമ്മൾ തിരിച്ച് എഴുതുമ്പോൾ ത് ആദ്യം കൊണ്ടുവന്ന്
അവസാനം കൊണ്ടുപോകുമ്പോൾ ഒരു വേറൊരു വാക്ക് കിട്ടും, ഇതിഹാസ് എന്ന് കിട്ടും. ഒരർത്ഥമാണ്. ഇതിഹാസം എന്ന് പറയുന്നതും സാഹിത്യം എന്ന് പറയുന്നതും ഒരേ സാധനം, തലതിരിച്ച് പറയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സത്യവും സാഹിത്യവും. ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ, അടിസ്ഥാന ഗുണങ്ങളെയും പിന്നെ ആ രൂപമായിരിക്കുന്നതിൻ്റെ ഘടനയുടെ എല്ലാ മെഷർമെൻറ്റുകളും, ഇത് രണ്ടും കൂടി ചേർന്ന് പിന്നെ പുറത്തോട്ട് വരുമ്പോൾ ബാഹ്യമായിട്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ബാഹ്യമായിട്ടുള്ളതിൻ്റെ മറ്റൊന്നിൽ നിന്ന് വ്യത്യാസമാക്കുന്നതും അതിൻ്റെ സ്റ്റേറ്റും അതുണ്ടാക്കുന്ന മറ്റൊന്നിനോട് കൊടുക്കുന്ന ഗുണവും അതിൻ്റെ നിറവും അതിൻ്റെ മണവും മറ്റ് ഫീച്ചറുകൾ, ഇതെല്ലാം എന്ന് പറയുന്ന തലത്തിൽ വരുന്നത്. ഇതെന്താണെന്ന് പോലും അറിയാൻ പാടില്ലാതെയാണ് സത്യം 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 സത്യമേവ ജയതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, എന്താണ് സത്യമേവ ജയതേ എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, ഇതാണ് സത്യവും സാഹിത്യവും. ഇന്ന് നിങ്ങളുടെ തലച്ചോറിൻ്റെ അകത്തിരിക്കുന്ന ഈ വേൾഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ വ്യൂവും സാഹിത്യം മാത്രമാണ്. മനസ്സിലായി? അതിൽ ഇല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ശാസ്ത്രം 70% സാഹിത്യമാണ്. അതുകൊണ്ടാണ് സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്നവർ ഓൾറെഡി എഴുതി പറയുന്നത്. ലിറ്ററേച്ചർ എന്ന് നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുമ്പോൾ അത് വെറും മാത്രമാണ്. മനസ്സിലായോ? ഈ എന്ന് പറയുന്നത് തന്നെയാണ്. ഭാഷക്ക് സബ്സ്ട്രേറ്റ് ലാംഗ്വേജ്, അതായത് സസംഗബോധവർഷമെന്നോ സസംഗ ശബ്ദവർഷമെന്നോ പറയുന്ന ഒറിജിനൽ ലാംഗ്വേജ്, അതിൽ ഓരോ ശബ്ദങ്ങൾക്കും അർത്ഥമുണ്ട്. അത് യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. അതിനെ കബളിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന സാഹിത്യം എഴുതിയിട്ട് അത് സത്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാ റിലീജിയനും എല്ലാ ആത്മീയതയും എല്ലാ ശാസ്ത്രവും ഒരു 70% എന്താണ്? സാഹിത്യം. അതാണ് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് വച്ചിരിക്കുന്നത്. എനിവേ,